ആ കേസിൽ ഒരു കാരണവശാലും വരേണ്ടവരല്ല കെ ജി ജോർജും മമ്മൂട്ടിയും എന്ന് ആലോചിക്കണം. എന്നിട്ടും അവർ രണ്ടുപേരും വന്ന് എനിക്കെതിരായിട്ടാണ് മൊഴി നൽകിയെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള മൊഴിയുടെ വിചാരണയ്ക്കിടയിൽ CS സുകുമാരൻ നായർ മമ്മൂട്ടിയെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വിചാരണ നടത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു. മമ്മൂട്ടിയും ഒരു വക്കീലാണ്. അപ്പം എങ്ങനെ ഉത്തരം പറയണമെന്ന് ബുദ്ധിപൂർവ്വം മമ്മൂട്ടിക്ക് അറിയാം. അന്ന് അക്കാലത്ത് നാനാ വാരികയിൽ വളരെ പ്രശസ്തമായ 2 പടങ്ങൾ അച്ചടിച്ചു വന്നു. ഒന്ന്, മമ്മൂട്ടിയുടെ കുടുംബം, വൈഫ് ഏറ്റവും അടുപ്പമാണ്, ജീവൻ കളയുന്നവരാണ്, അത്രയും അറ്റാച്ച്മെൻ്റ് ആണ്. അതേപോലെ തന്നെ മമ്മൂട്ടി അഭിനയിച്ച സിനിമകളിൽ നല്ല നായികമാർ, പ്രേക്ഷകർ കൂടിയെടുത്ത നല്ല നായികമാരിൽ ഒരാൾ സുഹാസിനി ആയിരുന്നാലേക്കണം. അക്കാലത്ത് സുഹാസിനിയും മമ്മൂട്ടിയും അഭിനയിച്ച പടങ്ങൾ പ്രേക്ഷകർ ഏറ്റുപിടിച്ചിരിക്കുന്നു. അപ്പോൾ ആ സതുദ്ദേശത്തോടെ നാനയിൽ 2 പേജ് കൊടുത്തു. ഒരു പടം മമ്മൂട്ടിയും സുഹാസിനും ഇരിക്കുന്നൊരു പടം, വേറൊരു പേജിൽ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ വൈഫും ഇരിക്കുന്നവർ, നല്ല 2 പടങ്ങൾ കൊടുത്ത് മമ്മൂട്ടി സിനിമയിലും മമ്മൂട്ടി ജീവിതത്തിലുള്ള ക്യാഷും കൂടി വന്നത്. ഇത് ഞങ്ങൾ വിചാരിക്കണേക്കാൾ കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് പോയി വ്യാഖ്യാനങ്ങൾ, അങ്ങനെ ഒരു പ്രചരണം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കേസിന് നമ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ സുകുമാരൻ നായർ മമ്മൂട്ടിയോട് ചോദിച്ചു, നിങ്ങൾ വിവാഹിതനാണോ എന്ന് ചോദിക്കുന്നു. മമ്മൂട്ടി പറയുന്നു, എന്താ വിവാഹിതനാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുന്നു. അറിയില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയൂ. മമ്മൂട്ടി പറഞ്ഞു, വിവാഹിതനാണ്. അപ്പോൾ ഭാര്യയെ കെട്ടിപ്പിടിക്കാറുണ്ട് അല്ലേ? ആരാണ് ഭാര്യയെ കെട്ടിപ്പിടിക്കാത്തതെന്നാണ് മമ്മൂട്ടിയുടെ അടുത്ത ചോദ്യം. അപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞു, ചോദ്യങ്ങളല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, നിങ്ങൾ ഭാര്യയെ കെട്ടിപ്പിടിക്കാറുണ്ടോ? ഉണ്ട്, കെട്ടിപ്പിടിക്കാറുണ്ട്. സിനിമയിൽ നിങ്ങൾ കുടുംബനാഥൻ്റെ ഭർത്താവിൻ്റെ വേഷം ചെയ്യാറില്ലേ? ഉണ്ട്, ധാരാളം ചെയ്തിട്ടുണ്ട്, നല്ല അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിൽ നിങ്ങളുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന നടിയെ നിങ്ങൾ കെട്ടിപ്പിടിക്കാറില്ലേ? കെട്ടിപ്പിടിക്കേണ്ടി വന്നാൽ കെട്ടിപ്പിടിക്കുമെന്ന് മറുപടി പറഞ്ഞു. ഇതുവരെ കെട്ടിപ്പിടിച്ചിട്ടില്ലേ എന്ന ചോദ്യം വരുന്നു. അപ്പോൾ മമ്മൂട്ടി കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകാം. മിസ്റ്റർ മമ്മൂട്ടി, അതല്ലല്ലോ ഉത്തരം. നിങ്ങൾ കുടുംബസ്ഥരാണ്, നിങ്ങൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ? കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അടുത്ത വക്കീൽ ചോദിച്ച ചോദ്യമാണ്, സിനിമയിലെ നായയെ കെട്ടിപ്പിടിച്ചപ്പോഴാണോ ജീവിതത്തിലെ നായയെ കെട്ടിപ്പിടിച്ചപ്പോഴാണോ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ കോടതിയാകെ വല്ലാതായി, മമ്മൂട്ടി പൊട്ടിത്തെറിച്ചു. വല്ലാത്തൊരവസ്ഥയായി എന്ന് ആലോചിക്കണം.